എല്ലാവർക്കും സ്വാഗതം. ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങളുടെ എവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മളെടുക്കുന്ന പോർഷൻ താപം അഥവാ ഹീറ്റ്. ആദ്യത്തെ ചോദ്യം, എന്താണ് താപം? താപം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, താപം ഒരു ഊർജ്ജമാണ്. ശബ്ദ ഊർജ്ജമാണ്, പ്രകാശ ഊർജ്ജമാണ്, താപഊർജ്ജമാണ്. ഇതെല്ലാം ഊർജ്ജത്തിൻ്റെ പല രൂപങ്ങളാണ്. ആ ഊർജ്ജ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ ഊർജ്ജം എന്ന പോർഷനിൽ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ആ പോർഷനുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. താപത്തിൻ്റെ യൂണിറ്റ് കലോറി. നേരത്തെ പറഞ്ഞതാണ്, താപത്തിൻ്റെ യൂണിറ്റ് കലോറി. താപവികിരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, താപത്തിൻ്റെ വികിരണങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ബോളോമീറ്റർ എന്നാണ്. ബോളോമീറ്റർ. ബോളോമീറ്റർ 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 താപവികിരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബോളോമീറ്റർ. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ്, 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് കലോറി. താപത്തിൻ്റെ യൂണിറ്റാണ് കലോറി. അപ്പോൾ എന്താണ് കലോറി? 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് പറയുന്നു. അപ്പോൾ 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതാണ് കലോറി എങ്കിൽ, 1 കിലോഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഊഷ്മാവാണ് അല്ലെങ്കിൽ താപമാണ് 1 കിലോ കലോറി. ആ കലോറിയുണ്ട്, കിലോ കലോറിയുണ്ട്. 1 കിലോഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെ 1 കിലോ കലോറി എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് താപധാരിത. താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത, താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി അഥവാ താപധാരിത. താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത എന്നാൽ ഇത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില, 1 ഗ്രാം ജലത്തിൻ്റെ താപം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുകയോ 1 കിലോഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ അവയെ യഥാക്രമം കലോറി എന്നും കിലോ കലോറി എന്നും വിളിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പദാർത്ഥത്തിൻ്റെ താപനില, ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. മറ്റൊരു ചോദ്യം, 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനില, 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ്, 1 കിലോഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപനിലയുടെ അളവാണ് വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മറ്റു ചോദ്യം, വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് MKS
യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അല്ലെങ്കിൽ CGS-ൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. മാറിപ്പോരുത്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്, വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് MKS യൂണിറ്റ് ആണെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. അത് ഓർമ്മയിരിക്കണം. വിവിധ വസ്തുക്കളുടെ വിശിഷ്ട താപധാരിത വ്യത്യസ്തമാണ്. അതുകൂടി ഒന്ന് ഓർമ്മയിരിക്കണം. അത്യാവശ്യം നമ്മളൊന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. ഓരോ പദാർത്ഥത്തിനും പ്രത്യേക തരത്തിലുള്ള പ്രത്യേക അളവിലുള്ള വിശിഷ്ട താപധാരിത ഉണ്ട്. ഉദാഹരണം, അലൂമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത 900 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. 900 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അലൂമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത. ഇരുമ്പിൻ്റെ ആണെങ്കിൽ 460 ഇരുമ്പ് 460, ചെമ്പ് 385, ജലം 4200, ഗ്ലാസ് 677, മഞ്ഞക്കട്ടയുടെ 213, വെള്ളി 284, മെർക്കുറി 138. ഇത്രയാണ് പ്രധാനപ്പെട്ട ചില പദാർത്ഥങ്ങളുടെ വിശിഷ്ട താപധാരിത. ഒന്നുകൂടെ പറയാം. അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ 900 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഇരുമ്പിൻ്റെ 460 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ചെമ്പിന് 385 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജലത്തിന് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഗ്ലാസ് 677, മഞ്ഞക്കട്ട 213, വെള്ളി 284, മെർക്കുറി 138. ഇത്രയും വസ്തുക്കളുടെ വിശിഷ്ട താപധാരിത പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ജലം. അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥമേത്? ജലം. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്ര? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓർമ്മയിരിക്കണം. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏത്? ഉത്തരം ജലം. എത്ര വിശിഷ്ട താപധാരിത? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അടുത്ത ചോദ്യം. വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലായിരുന്നാൽ, വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലായിരുന്നാൽ താപനില കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അവയുടെ താപം തുല്യമാകുന്നത് വരെ പ്രവഹിക്കുന്നതാണ്. ഈ തത്വത്തിൻ്റെ പേരെന്ത്? വ്യത്യസ്ത താപനിലയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിലാക്കിയാൽ, ഉദാഹരണം ഞാൻ പറയാം. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 100 ഗ്രാം ജലം, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 100 ഗ്രാം ജലം. അതുപോലെ 100 ഗ്രാം തണുത്ത ജലം, 100 ഗ്രാം തണുത്ത ജലവും 100 ഡിഗ്രി സെൽഷ്യസ് താപമുള്ള 100 ഗ്രാം ജലവും തുല്യ അളവിലാണ്. ഇവ തമ്മിൽ കലർത്തിയാൽ, അതാണ് ഉദാഹരണം, തമ്മിൽ കലർത്തിയാൽ താപനില കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്, താപനില കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അവയുടെ താപനില തുല്യമാവുന്നവരെ പ്രവഹിക്കും. എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നിന്ന് പച്ചവെള്ളത്തിലേക്ക് താപം പ്രവഹിച്ചു കൊണ്ടിരിക്കും. ഈ തത്വത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മിശ്രണതത്വം. മിശ്രണതത്വം, മിശ്രണതത്വം. അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്ക് മിശ്രണതത്വം, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചർ, പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചർ എന്ന് നമ്മൾ പറയും. ഇതനുസരിച്ചാണെങ്കിൽ പനിയുള്ള ഒരാളിൻ്റെ അടുത്ത് പനിയില്ലാത്ത ഒരാൾ കിടന്നാൽ പനിയുള്ള ആളിൻ്റെ പനി കുറയും. എന്ന് പറഞ്ഞാൽ
പനിയുള്ള ആളിൽ നിന്ന് താപം പനിയില്ലാത്ത ആളിലേക്ക് പ്രവഹിക്കും. കുഞ്ഞിന് പനിയുണ്ടെങ്കിൽ അമ്മയുടെ ശരീരത്തോട് ചേർത്ത് വച്ചാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഊഷ്മാവ് തുല്യമാവും. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ പനി കുറയും. ഇത് മിശ്രണ തത്വം അനുസരിച്ചാണ്. അതായത് വ്യത്യസ്ത താപനിലയുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിലായിരുന്നാൽ താപനില കൂടിയതിൽ നിന്ന് താപനില കുറഞ്ഞതിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഈ അടിസ്ഥാനത്തിൽ ഒരാളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും ഊഷ്മാവ് കൂടിയ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയുകയും കുറഞ്ഞ ഊഷ്മാവുള്ള ആളിന് ഊഷ്മനില കൂടുകയും ചെയ്യും. ഇനി മറ്റൊരു ചോദ്യം, ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളതേത്? ഓപ്ഷൻ ഒരുപാട് കാണും. ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ താപത്തിനാണ്. കാരണം ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുക, അപ്പോൾ തന്മാത്രകളുടെ ആകർഷണ ബലത്തെ അതിജീവിക്കാനുള്ള ചലന സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും. അടുത്ത ഒരു ചോദ്യം, 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമാറ്റാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവിന് പറയുന്ന പേര് ദ്രവീകരണ ലീനതാപം. സ്പെസിഫിക് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സ്പെസിഫിക് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ദ്രവീകരണ ലീനതാപം എന്നൂടെ പറയാം. 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറ്റാൻ സ്വീകരിക്കുന്ന താപത്തെയാണ് ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ സ്പെസിഫിക് ലേറ്റൻ്റ് ഹീറ്റ്. സ്പെസിഫിക് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചില വസ്തുക്കൾക്ക് നിശ്ചിത അളവിലുള്ള സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ഉദാഹരണം പറയാം, മെർക്കുറിയുടെ ദ്രവണാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രജൻ്റെ ദ്രവണാങ്കം -259 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളിയുടെ ആണെങ്കിൽ 962 ഡിഗ്രി സെൽഷ്യസ്. ഐസിൻ്റെ 0 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പാണെങ്കിൽ 1083 ഡിഗ്രി സെൽഷ്യസ്. തന്നിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ളത് ചെമ്പിനാണ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള പദാർത്ഥം ചെമ്പാണ്. പകൽ സമയത്ത് വീശുന്ന കാറ്റിൻ്റെ പേര് കടൽക്കാറ്റെന്നാണ്. രാത്രി വീശുന്ന കാറ്റിൻ്റെ പേര് കരക്കാറ്റെന്നാണ്. അതിന് കാരണങ്ങളുണ്ട്, അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയെ പറയുന്ന പേരാണ് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ്. ഇനി തിളനിലയിലിരിക്കുന്ന 1 കിലോഗ്രാം ദ്രാവകം അതേ നിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറിയാൽ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ് ബാഷ്പീകരണ ലീനതാപം, ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. തിളനിലയിലിരിക്കുന്ന 1 കിലോഗ്രാം ദ്രാവകം താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറിയാൽ സ്വീകരിക്കേണ്ടി വരുന്ന താപത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ബാഷ്പീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ദ്രാവകങ്ങൾ ബാഷ്പീകരിക്കുമ്പോൾ തണുപ്പുണ്ടാക്കുന്നു. അടുത്തൊരു ചോദ്യമാണ്, ദ്രാവകങ്ങൾ ബാഷ്പീകരിക്കുമ്പോൾ തണുപ്പുണ്ടാക്കുന്നു എന്ന തത്വം പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ഉപകരണം. ആ ഉപകരണമാണ് റെഫ്രിജറേറ്ററിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ 0 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെ വളരാൻ അനുവദിക്കാതിരിക്കുകയോ അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഈ ജലത്തെ 0 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ച്
0 ആക്കി മാറ്റും. അമീബ, ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ പോലെയുള്ള മൈക്രോ ഓർഗാനിസം ഇതിനകത്ത് പ്രവർത്തിക്കാതിരിക്കുകയും അങ്ങനെ വസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകത്തിൻ്റെ പേരാണ് ഫ്രിയോൺ. അതെല്ലാവർക്കും അറിയാം. ഒരു ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഖരവസ്തു വാതകാവസ്ഥയിലേക്ക് സാധാരണ ദ്രാവകങ്ങളാണ് വാതകമായി മാറുന്നത്. പക്ഷേ ചില വസ്തുക്കൾ ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറും. ഇത്തരം പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഉത്പതനം. അടുത്ത ഒരു ചോദ്യം കൂടി. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന അഥവാ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹൈഗ്രോമീറ്റർ.